ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഹാഡ് ബീൻ എന്നുള്ള വേർഡ് ഉണ്ടല്ലോ, ഇത് എവിടെയാണ് യൂസ് ചെയ്യുക എന്നൊന്ന് പഠിച്ചു നോക്കിയാലോ. ഹാഡ് ബീൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാഡ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? ഹാഡ് നമ്മൾ പാസ്റ്റ് ടെൻസിൽ അല്ലെ, ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്, കഴിഞ്ഞു പോയത് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുക എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. എന്നാൽ ഈ ഹാഡ് ബീൻ്റെ കാര്യത്തിൽ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടായിരിക്കും, ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആർക്കും ഡൗട്ട് വേണ്ട, നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ആക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്നോടൊപ്പം നിങ്ങളുണ്ടാവുമല്ലോ അല്ലേ. സോ നമുക്ക് എക്സാമ്പിൾസിലൂടെ നോക്കിയാലോ, അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും അല്ലേ. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിൻസ്, ഫോർ എന്നുള്ള രണ്ട് വേർഡ്സുകൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിൻസ് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുക? മുതൽ എന്ന അർത്ഥത്തിൽ അല്ലേ. അപ്പോൾ 10 മണി മുതൽ, രാവിലെ മുതൽ, അങ്ങനെ നമ്മൾ പറയില്ലേ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുക. എന്നാൽ ഫോർ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? ഫോർ യൂസ് ചെയ്യൽ ഇപ്പോൾ 2 വർഷമായിട്ട്, അതേപോലെ നമ്മൾ പറയില്ലേ എന്താണ് 5 വർഷത്തോളമായിട്ട്, 5 മിനിറ്റ് ആയിട്ട്, അങ്ങനെ പറയില്ലേ, അവിടെയാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യുക. അപ്പോൾ ഈ സിൻസിൻ്റെയും ഫോറിൻ്റെയും കൂടെ ഹാഡ് ബീൻ യൂസ് ചെയ്തിട്ട് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് ഫോർ വെച്ചിട്ടുള്ള എക്സാമ്പിൾ നോക്കിയാലോ. ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. They had been traveling Europe for 6 months before they settled in Paris. എന്താ അങ്ങനെ പറഞ്ഞാല്? ആ ഫസ്റ്റ് സെന്റൻസിന്റെ മീനിങ് ഒന്ന് നോക്കിയാലോ. They had been traveling around Europe. അവര് എന്താണ്? ഹാഡ് ബീൻ എന്ന് പറഞ്ഞാല് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടോ. ഹാഡ് ബീൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് സെന്റൻസിലോട്ട് വരുമ്പോൾ അതിന്റെ മീനിങ് എങ്ങനെയാണ് വരുന്നത്? ദേ ഹാഡ് ബീൻ ട്രാവലിംഗ് അറൌണ്ട് യൂറോപ്പ് ഫോർ 6 months എന്ന് പറഞ്ഞു അല്ലെ. അവര് 6 മാസത്തോളം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? യൂറോപ്പില് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ യൂസ് ചെയ്ത വേർഡ് ശ്രദ്ധിക്കുക, ബിഫോർ, മുൻപ്. എന്തിനു മുമ്പ്? ബിഫോർ ദേ സെറ്റിൽഡ് ഇൻ പാരീസ്. അവർ പാരീസില് സെറ്റിൽ ആവുന്നതിന് മുമ്പ് അവരൊരു 6 months എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? യൂറോപ്പില് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടിയല്ലോ അല്ലെ. നെക്സ്റ്റ് സെന്റൻസ് നോക്കുക. She had been working at the company for 5 years before she quit. നോക്കുക. She had been working at the company for 5 years. അവള് 5 വർഷത്തോളം എന്ത് ചെയ്തു? ഈ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു മുമ്പ് വരെ? ബിഫോർ ഷീ ക്വിറ്റ്. അവള് ക്വിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെ അവള് എന്താണ്? 5 വർഷത്തോളം അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക. She had been feeling tired for weeks. She had been feeling tired for weeks before she went to the doctor. എന്താ പറയുന്നത്? ഷീ ഹാഡ് ബീൻ ഫീലിംഗ് ടയേർഡ്. അവൾക്ക് എന്ത് ടയേർഡ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതുവരെ? എത്ര? ഫോർ വീക്സ്, ആഴ്ചകളോളം അവള് ടയേർഡ് ആയിരുന്നു. ഏതിനു മുമ്പ് വരെ? ബിഫോർ ഷീ വെന്റ് ടു ദ ഡോക്ടർ. അവൾ ഡോക്ടർ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ആഴ്ചകളോളം അവൾക്ക് ടയേർഡ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഹാഡ് ബീൻ യൂസ് ചെയ്തത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സിൻസ് വെച്ചിട്ടുള്ള ഒരു 3 എക്സാമ്പിൾസ് നോക്കാം. We had been online since morning before we went to offline. 10 മണി വരെ ഞങ്ങൾ ഓൺലൈനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തിന്റെ മുമ്പ് വരെ? ഓഫ്ലൈനിൽ പോകുന്നതിന് മുമ്പ് വരെ ഞങ്ങൾ 10 മണി വരെ ഓൺലൈനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയാലോ. They had been waiting since 10 AM before the doors opened. എങ്ങനെയാ പറഞ്ഞത്? They had been waiting since 10 AM before the doors opened. അതായത് ഡോറ് തുറക്കുന്നതിന് മുമ്പ് 10 മണി വരെ
അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കിട്ടുന്നുണ്ടല്ലോ അല്ലെ? നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. He had been using social media since 2010 before he took a break. എങ്ങനെയാ പറഞ്ഞത്? He had been using social media. അവന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Since 2010 മുതൽ അവൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Before he took a break. അവനൊരു ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് വരെ അവൻ 2010 മുതൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അവന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ ആണെങ്കിലോ? അപ്പൊ നമുക്ക് ഹാഡ് നോട്ട് ബീൻ വെച്ചിട്ട് ഒരു സെന്റൻസ് പറഞ്ഞു നോക്കിയാലോ. I had not been studying English. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാനാണ് ഹാഡ് നോട്ട് ബീൻ എന്ന് പറയുന്നത്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഏതുവരെ? ബിഫോർ ഐ മൂവ്ഡ് ടു പാരീസ്. ഞാൻ പാരീസിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഞാൻ ഇംഗ്ലീഷ് ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ നോക്കി. She had not been working at the company. അവൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്, നെഗറ്റീവ് മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ട് യൂസ് ചെയ്തത്. അപ്പൊ ഇത്രയും എക്സാമ്പിൾസ് പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇതിലെല്ലാം കോമൺ ആയിട്ടൊരു കാര്യം ഞാൻ പറയുന്നുണ്ടായിരുന്നു അല്ലെ? അതായത് ബിഫോർ എന്ന് വെച്ചിട്ട് സെന്റൻസിലെല്ലാം ബിഫോർ ഉണ്ടായിരുന്നു അല്ലെ? പാസ്റ്റില് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതൊരു പോയിന്റ് ഓഫ് ടൈം ആയപ്പോൾ അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതായത് ഫസ്റ്റത്തെ എക്സാമ്പിൾ തന്നെ നോക്കിയേ. They had been traveling around Europe. അവര് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അവര് യൂറോപ്പിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോ വരെ? For 6 months. 6 മന്തോളം അവർ യൂറോപ്പിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബിഫോർ they settled in Paris. അവർ പാരീസിൽ സെറ്റിൽ ആവുന്നതിന് മുമ്പ് വരെ. അപ്പൊ അത് മുമ്പ് വരെ ഒരു പറഞ്ഞില്ലേ, സെറ്റിൽ ആവുന്നതിന് മുമ്പ് വരെ ആ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഏതുവരെ? അവര് യൂറോപ്പിൽ സെറ്റിൽ ആവുന്നതിന് മുമ്പ് വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. പാസ്റ്റിലൊരു ടൈമില് നമ്മൾ പറഞ്ഞു 3 months എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഒരു ടൈമിൽ തുടങ്ങുകയാണ്. 3 മാസത്തോളം അവിടെ ടൈം പറയുന്നുണ്ട് അല്ലെ? 3 മാസത്തോളം അവര് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു മുമ്പ് വരെ? അവര് യൂറോപ്പിൽ സെറ്റിൽ ആവുന്നതിന് മുമ്പ് വരെ. അപ്പൊ അവിടെ ഒരു കറക്റ്റ് ഒരു പോയിന്റ് ഓഫ് ടൈം പറയുന്നുണ്ട് അല്ലെ? നെക്സ്റ്റ് സെന്റൻസിലും അതുപോലെ തന്നെയാണ് പറയുന്നത്. എന്തായിരുന്നു ആ സെന്റൻസ്? She had been feeling tired for weeks. അവൾക്ക് ടയേർഡ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആഴ്ചകളോളം. എന്തുവരെ? ബിഫോർ ഷീ വെന്റ് ടു ദ ഡോക്ടർ. അവൾ ഡോക്ടർ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് വരെ ആഴ്ചകളോളം അവൾക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ പറയുന്നത്. അപ്പോൾ നമ്മൾ ഹാഡ് ബീൻ എന്നുള്ള വേർഡ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലായത് എന്താണ്? ഹാഡ് ബീൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? An action that started in a specific point at the past before continued up to that point. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആക്ഷന് പാസ്റ്റില് നടന്നുകൊണ്ടിരുന്ന ഒരു ആക്ഷനാണ്. അതിനൊരു ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട്. ആ ആക്ഷന് നമ്മൾ പറയുന്ന ഒരു പോയിന്റ് വരെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് ബീൻ യൂസ് ചെയ്തത്. ഇത് ഇംഗ്ലീഷിൽ ഇതിന് നമ്മളൊരു പേര് പറയും. ഗ്രാമറിൽ ഇതിനൊരു പേര് പറയും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് പറയുക? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാ പറയുക. ഇതിന്റെ ഫോം എന്താണ്? അപ്പോൾ ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് എല്ലാ സെന്റൻസും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എല്ലാത്തിലും ഫസ്റ്റ് എന്താ വന്നിട്ടുള്ളത്? സബ്ജക്റ്റ് ആണ് വന്നിട്ടുള്ളത് അല്ലെ? സബ്ജക്റ്റ്. ദേ ഹാഡ് ബീൻ ട്രാവലിംഗ് അറൌണ്ട് യൂറോപ്പ്. ദേ എന്നുള്ള സബ്ജക്റ്റ് ആണ് ആദ്യം വന്നത്. പ്ലസ് ഹാഡ് ബീൻ എന്നുള്ളതാണ് പിന്നീട് വരിക. എന്താ വരിക?
ഹാഡ് ബീൻ എന്നുള്ളതാണ് പിന്നീട് വന്നിട്ടുള്ളത്. പ്ലസ് ദ ഹാഡ് ബീൻ ട്രാവലിംഗ് വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് പിന്നീട് വന്നിട്ടുള്ളത്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം ചെയ്യല് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബിന്റെ ING ഫോം യൂസ് ചെയ്തുകൊണ്ടാണ്. പിന്നെ അതിലെല്ലാം നമ്മൾ എന്തും പറയുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ പോയിന്റിന് മുമ്പ് വരെ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ മുമ്പ് എന്ന് പറയാൻ നമ്മൾ ബിഫോർ എന്നും ചേർക്കണം. അതേപോലെ ആ ഒരു സംഭവം നടന്നതിന് മുമ്പ് എന്നല്ലേ, അപ്പോൾ ആ സംഭവം പറയാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അതായത് വേർബിന്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്തിട്ടാണ് ആ സെന്റൻസ് പറയുന്നത്. ബിഫോർ ദേ സെറ്റിൽഡ് ഇൻ പാരീസ്. ബിഫോർ ദേ സെറ്റിൽഡ്, ഒരൊറ്റ ഹാഡ് ബീൻ ഇല്ല, ING ഇല്ല, ഒന്നുമില്ല. സെറ്റിൽ എന്നുള്ളതിന്റെ V2 ഫോമായ സെറ്റിൽഡ് എന്നുള്ളതാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ സെന്റൻസും നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ടെൻസ് ഏകദേശം കഴിഞ്ഞു. നമ്മുടെ ടെൻസിലെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ആണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. അത് തൽക്കാലത്തേക്ക് ഞാൻ എടുക്കുന്നില്ല. അത് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ വല്ലാണ്ട് യൂസിങ് വരാത്തൊരു പാർട്ടായതുകൊണ്ട് അത് ഞാനിവിടെ എടുക്കുന്നില്ല. ഇനി നമ്മൾ അപ്പോൾ ഇന്നത്തേക്ക് 21 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ എയിം എന്തായിരുന്നു? 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും എന്നാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സെൻറ്റൻസ് മേക്ക് ചെയ്യുക, ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് നമ്മളത് സെൻറ്റൻസിലേക്ക് മാറ്റുക എന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ബേസ് തൊട്ടിട്ട് നിങ്ങളൊരു അഡ്വാൻസ്ഡ് ലെവൽ വരെ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ ഇനി സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ആണ് ഇനി വരുത്തേണ്ടത്. സോ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരിക. നാളെ മുതൽ നമ്മൾ ഒരുപാട് സെൻറ്റൻസുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്നോടൊപ്പം നിങ്ങളുണ്ടാവും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ, അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ക്ലാസ് എടുക്കാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് മുന്നേ ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരാൻ തോന്നുക. സോ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.